ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും എടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ 1 കപ്പ് ഗോതമ്പ് 1 കപ്പ് മൈദയും ആയിട്ടും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഇത്രയും ചേർത്ത് കൊടുത്താൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് ചേർത്ത് കൊടുക്കുക. ഇനി അഥവാ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഞാൻ കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരല്പം ഓയിലും കൂടെ ഒന്ന് കയ്യിൽ ആക്കിയതിന് ശേഷം ജസ്റ്റ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. മാവ് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റിൽ ഒരല്പം ഓയിലും കൂടെ അതിൻ്റെ മുകളിലേക്കൊന്ന് തേച്ചിട്ട് കുഴച്ചെടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ 2-3 സവാള, മീഡിയം സൈസ് ആയതുകൊണ്ട് 3 സവാളയും 1 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. അത് തൊലി കളഞ്ഞ് നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരല്പം ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ആദ്യം ഡയറക്റ്റായിട്ട് എണ്ണയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഉള്ളി ചേർത്തതിന് ശേഷം ചേർക്കരുത്. എങ്കിൽ ഒരുപാട് സമയം വേണം അതൊന്ന് മൂത്ത് വരാനായിട്ട്. ആദ്യം എണ്ണയിൽ ഇഞ്ചി ചേർത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരല്പം നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റിനും ആ ഒരു മണത്തിനും വേണ്ടിയിട്ടാണ്. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിലും കുറവളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊന്നും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സവാള ചേർത്തപ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് മല്ലിയില ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്കിതിൽ ഗരം മസാല ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കറിവേപ്പില വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണിത്. ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവ് എടുക്കാം. മാവ് നമുക്കിതിൽ നിന്ന് ഒരു 7 പീസ്, എനിക്കിതിൽ ഒരു 7 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു അളവിൽ എടുക്കുക. കറക്റ്റ് 2 കപ്പ് മാവിന് ഈ ഒരു 7 ബോളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പലകയിൽ ഞാൻ ഒരല്പം പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല റൗണ്ട് ഷേപ്പൊന്നും കിട്ടണമെന്നൊന്നുമില്ല. ഞാനിവിടെ നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ തേച്ച് കൊടുത്തിട്ടുള്ളത്. എങ്കിൽ മാത്രമേ അതിൻ്റെ ലെയറൊക്കെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ഗോതമ്പ് പൊടിയോ മൈദാപ്പൊടിയോ ഒന്ന് വിതറി കൊടുക്കാം. ഇനി അതിനുശേഷം സെൻറ്ററിൽ നിന്ന് നമുക്ക് കത്തി കൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് അറ്റം വരെ ഒന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ അത് ഞാനിവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്
ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇത് ചുരുട്ടിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല നൈസായിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് തന്നെ ഒന്ന് മടക്കിയെടുക്കാനായിട്ട്, ചുരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ അത് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിതിവിടെ ചുരുട്ടി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കതൊന്ന് ഇതുപോലെ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല ലെയറായിട്ട് കിട്ടും. നമ്മൾ പൊറോട്ടയൊക്കെ തയ്യാറാക്കുന്നത് ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല ലെയറുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ ഞാനെല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തി പലകയിൽ ഞാനിവിടെ പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇപ്പോഴും നല്ല റൗണ്ട് ഷേപ്പ് വേണമെന്നൊന്നുമില്ല. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ആദ്യം മാറ്റി വെച്ചിരുന്ന മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പുഴുങ്ങിയ മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് 4 വശവും ഒന്ന് മടക്കി വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം വെള്ളം തേച്ചിട്ട് മടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ. അപ്പം ഒരല്പം വെള്ളം ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഒട്ടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിയിരിക്കും. ഇല്ലെങ്കിൽ ഇത് മടക്കുന്ന സമയത്ത് വെള്ളം തേച്ച് കൊടുത്താലും മതി. അപ്പോൾ മുട്ട ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊരു മുട്ട 2ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് 4ആയിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു രീതിയിൽ വേണം എണ്ണ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നന്നായിട്ട് മുക്കി പൊരിക്കത്തക്ക രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. കുറച്ച് എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പപ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. ആ ഒരു രീതിയിലാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഗോതമ്പ് പൊടിയും മൈദയൊക്കെ വെച്ചിട്ടുള്ള സ്നാക്സ് അധികം എണ്ണ പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇത് അധികം എണ്ണ പിടിക്കുന്ന ഒരു പലഹാരമൊന്നുമല്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫില്ലിങ്ങിനായിട്ട് ചിക്കനോ എന്തെങ്കിലുമൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ മുട്ടയും ഉരുളക്കിഴങ്ങാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം തൊടുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല പൊടിഞ്ഞു പോകുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ടിഫിനിലും അതുപോലെ സ്നാക്സ് ആയിട്ടും ഒക്കെ കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.